അൻഷുൽ കമ്പോജിനെ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കണ്ടൊരു ഈ സീസണും കൂടിയായിരുന്നു അത്. അതായത് അദ്ദേഹം മികച്ച വിക്കറ്റുകളോടെ അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് വരെ വലിയ പരിഗണന വരും എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ താരങ്ങളൊക്കെ വലിയ പ്രശംസ പിടിച്ചുപറ്റാനും അദ്ദേഹത്തിനായിരുന്നു. അങ്ങനെയുള്ളൊരു താരം അവസാനം ഈ ഒരു സീസണിന്റെ എൻഡിലേക്ക് വരുമ്പോൾ, നിർണായക ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ അദ്ദേഹം അത് എക്സ്പോസ്ഡ് ആയി മാറുന്നു എന്നുള്ളത് വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതീക്ഷ പുലർത്തിയ താരങ്ങളിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ ആയുഷ് മാത്രയെ ബാറ്റിങ്ങിലൊക്കെ പറഞ്ഞ പോലെ ബൗളിങ്ങിൽ അൻഷുൽ കമ്പോജിന്റെ ഒരു ഒരു പ്രകടന മികവ് അവർ പ്രത്യേകിച്ച് കണ്ടതാണ്. അത് പർപ്പിൾ ക്യാപ്പിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് സജീവമായിട്ട് മുന്നിലുള്ള ആൾ കൂടിയാണ്. ആ ഒരു താരം പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് വിക്കറ്റുകൾ പിന്നെ ഈ ഓരോ മത്സരത്തിലും വിക്കറ്റുകൾ എടുത്ത് കൂട്ടുമ്പോൾ അദ്ദേഹത്തിന് അത് പർപ്പിൾ ക്യാപ്പ് വരെ സ്വന്തമാക്കാനുള്ള ഒരു ചാൻസ് ചാൻസ് ആ ഒരു ചാൻസ് ഒക്കെ ഉള്ള ഒരു താരമായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് 4 ഓവറിൽ 46 റൺസൊക്കെ വഴങ്ങുന്നു എന്നുള്ളത് വലിയ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം അദ്ദേഹം ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിട്ട് അദ്ദേഹത്തിനുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അദ്ദേഹം അടിവാങ്ങുന്ന ഒരു സാഹചര്യം ഇതൊക്കെ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ.